ഇന്ന് നമ്മളുള്ളത് വളയംകുളത്തുള്ള ഷീല ട്രേഡേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റിലാണ്. തൃശ്ശൂർ കുന്നംകുളം ഹൈവേയിലൂടെ പോകുന്ന ഏതൊരാൾക്കും ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചാർജിംഗ് സ്റ്റേഷനാണ് കൊളംബിയ ലാബ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എക്സികോമിൻ്റെ 60 kW ഡുവൽ ഗൺ ഫെസിലിറ്റിയോട് കൂടിയുള്ള DC ഫാസ്റ്റ് ചാർജറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ചാർജിംഗ് സ്റ്റേഷനോട് ചേർന്ന് ഹാവൽസിൻ്റെ 50 kW സോളാർ പ്ലാന്റും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഓണറിൽ നിന്നും EV ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസ്സിലേക്ക് വരികയും അത് നല്ലൊരു ഓപ്ഷനാണെന്ന് മനസ്സിലാക്കി തൻ്റേതായ ബ്രാൻഡിൽ EV ചാർജിംഗ് സ്റ്റേഷൻ ശൃംഖലയ്ക്ക് തുടക്കമിടുകയും ചെയ്ത ഗ്രേറ്റ് വിഷണറി ആയ റഹ്മാൻ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് സാർ, നമസ്കാരം. സാർ എങ്ങനെയാണ് ഈ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ആ ഒരു ജേണി ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാവൂ? ഓക്കെ, ചെയ്യാം. പിന്നെ ഓൾറെഡി എനിക്ക് സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് പിന്നെ കാലിക്കറ്റ് ടു തൃശ്ശൂർ ഹൈവേയിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഓൾറെഡി EVകൾ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്താൽ കുറച്ച് നമ്മൾ പുതിയൊരു ബിസിനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മൾ 2021 ഫെബ്രുവരിയിൽ ചാർജിംഗ് സ്റ്റേഷൻ നമ്മളിവിടെ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ വണ്ടികളൊക്കെ കൂടുതൽ വരുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ കുറച്ച് ചാർജിംഗ് സ്റ്റേഷനുകൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. സാർ എങ്ങനെയാണ് കൊളംബിയ ലാബിലേക്ക് എത്തിപ്പെട്ടതും കൊളംബിയ ലാബിനായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവൂ? പിന്നെ സോളാർ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അണാർട്ടിനായിട്ട് സബ്സിഡി സ്കീമിലൂടെ എടുത്തു കൊടുക്കുന്ന ആരാന്ന് നോക്കിയപ്പോൾ കൊളംബിയ ലാബായിരുന്നു. അതുകൊണ്ട് അവർ സോളാറും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ ചെയ്ത ബ്രാൻഡ് ഹാവൽസിൻ്റെ ആയിരുന്നു. നല്ല പെർഫോമൻസാണ്. ഒരു ദിവസം 200 to 225 യൂണിറ്റ് വരെ കറണ്ട് കിട്ടുന്നുണ്ട്, സോളാറിൽ നിന്ന് കറണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഓൾറെഡി അവർ എക്സികോമിൻ്റെ ഡീലറും കൂടിയിട്ടായിരുന്നു. അതുകൊണ്ട് മെഷീൻ അവരടുത്ത് വാങ്ങുന്നുണ്ട്. നല്ല സപ്പോർട്ടിങ്, നമ്മളായിട്ട് നല്ല സപ്പോർട്ടിങ് ആണ്. എന്ത് കാര്യങ്ങളും എത്ര സ്പീഡായിട്ട് അവർ കാര്യങ്ങൾ സോളാറൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും അവർ കൺവേർട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോളാർ ചെയ്തിട്ടുള്ളത് 50 kW സോളാർ, പിന്നെ ചാർജിങ് സ്റ്റേഷനുക്ക് വേണ്ടിയിട്ടും വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു 12 kW സോളാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സബ്സിഡി രണ്ടിൻ്റെയും സബ്സിഡി, ഒന്ന് അണാർട്ടിൻ്റെയും പിന്നെ പ്രധാനമന്ത്രിയുടെ സ്കീം രണ്ടിൻ്റെയും സ്കീമിൻ്റെ സബ്സിഡി ചെയ്തു കൊടുത്തിട്ടുണ്ട്. EV ചാർജിംഗ് സ്റ്റേഷൻ വഴി ഇപ്പോൾ നമ്മുടെ മറ്റു ബിസിനസ്സിനും നമുക്കൊരു വരുമാനം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് പൊതുവെ ജനങ്ങളെല്ലാവർക്കും ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. ആ സമയം കൊണ്ട് ഹോട്ടലാണെങ്കിൽ ഭക്ഷണം കഴിക്കുക, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടലോ സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ചാർജിംഗ് സ്റ്റേഷൻ വരാണെങ്കിൽ ജനങ്ങൾക്കും ഇല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല റവന്യൂ ഉണ്ടാവും. നമ്മൾ ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസ്സിൽ കൂടെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളുടെ ബിസിനസ് ചെയ്യുമ്പോൾ രണ്ടിൽക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. EV ചാർജിംഗ് ബിസിനസ്സിൽ ഇനി സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? വണ്ടികൾ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളാണല്ലോ കൂടുതൽ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസ് ഇനി ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. അപ്പോൾ ഇനിയുള്ള ഭാവി ഇതാണ്. അപ്പോൾ ഇനി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ നമുക്ക് ഇനി കൂടുതൽ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. ഈ ബിസിനസ് ഇത് കണ്ടിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ട സമയമാണിത്. ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? കൊളംബിയ ലാബ് അവർ ചെയ്യുന്നത് എക്സികോം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. കസ്റ്റമർക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മിഷനാണ്. അത് അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടിങ് ഉണ്ട്. ധൈര്യമായിട്ട് തുടങ്ങാം. അവർ റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തു തരും.